Hey guys, welcome back. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഗ്ലിംസ് വീഡിയോയുടെ റിയാക്ഷൻ ആണ്. ആൻഡ് നമ്മുടെ നാച്ചുറൽ സ്റ്റാർ നാനിയുടെ പുതിയ സിനിമയായിട്ടുള്ള ഷെറിപ്പോതും ശനിവാരം എന്ന പടത്തിൻ്റെ ഒരു ഗ്ലിംസ് വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് എസ്.ജെ. സൂര്യയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് അത് പ്രമാണിച്ച് ഇറക്കിയതാണ് അവർ പ്രത്യേകം ഇന്നത്തെ എഴുതിയിട്ടുണ്ട് നോട്ട് എ ടീസർ. ഇത് ടീസർ അല്ലെന്ന് പറഞ്ഞിട്ടാണ് അവർ ഈ വീഡിയോ ഇറക്കിയിട്ടുള്ളത്. ഈ പടത്തിൻ്റെ ഡയറക്ടർ വിവേക് അർത്രയാണ്. ആൻഡ് പടത്തിൻ്റെ മെയിൻ കഥാപാത്രങ്ങൾ നമ്മുടെ നാച്ചുറൽ സ്റ്റാർ നാനി, പ്രിയങ്ക മോഹൻ ആൻഡ് എസ്.ജെ. സൂര്യ. അപ്പോൾ ഇത് എസ്.ജെ. സൂര്യയുടെ ഒരു ടീസർ, ഒരു ഗ്ലിംസ് വീഡിയോ ആവാനാണ് ചാൻസ്. ഈ പടത്തിൻ്റെ മ്യൂസിക് മലയാള സിനിമയിലേക്ക് ഒരു അടുത്ത അനിരുദ്ധ് എന്ന പേര് പറയപ്പെടുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ് ജാക്സ് ബിജോയ്. പുള്ളിയുടെ മ്യൂസിക്കിലാണ് വരുന്നത്. അതുകൊണ്ട് എനിക്ക് എന്തായാലും നല്ല ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ആൻഡ് നമുക്ക് ആ പടത്തിൻ്റെ ഗ്ലിംസ് വീഡിയോ റിയാക്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, ബാ. DVV എൻ്റർടൈൻമെൻറ്റ്സ്. पुराने जमाने में नरकासुर नाम का एक राक्षस रहता था. वो लोगों को बहुत सताता था. എസ്.ജെ. സൂര്യ പോലീസുകാരനാ. इसीलिए മ്യൂസിക് പ്രിയങ്ക മോഹൻ, എസ്.ജെ. സൂര്യ, പ്രിയങ്ക മോഹൻ, നാച്ചുറൽ സ്റ്റാർ നാനി. ബാക്ക്ഗ്രൗണ്ട് സ്കോർ കേട്ടോ. हैप्पी बर्थडे सर. വിവേക് അത്രയാ. യെസ് ഗൈസ്, ദിസ് ഇസ് ദ ഗ്ലിംസ് വീഡിയോ. എസ്.ജെ. സൂര്യനെ ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. പടത്തിൻ്റെ പേര് എനിക്ക് അത്ര വ്യക്തമായിട്ടല്ല. ഷെറിപ്പുത ശനിവാരം. ഞാൻ എൻ്റെ മലയാളത്തിലൊക്കെ വേറെന്തോ കാണിച്ചത്, സൂര്യാസ് സാറ്റർഡേ അങ്ങനെ എന്തോ എഴുതിയിട്ടോ. ഇതിനകത്ത് വേറെയാണ്. ഐ ഡോണ്ട് നോ. അത് വരട്ടെ, അത് വരുമ്പോൾ നോക്കാം. എന്തായാലും എസ്.ജെ. സൂര്യ ഓൾവേസ് ഈസ് എ ഗ്രേറ്റ് പേഴ്സൺ. പുള്ളിയുടെ അഭിനയം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് എത്ര വലിയ സിനിമയാണെങ്കിലും എത്ര ചെറിയ സിനിമയാണെങ്കിലും ഞാനത് തിയേറ്ററിൽ പോയി കാണും, എസ്.ജെ. സൂര്യയുടെ അഭിനയം കാണാൻ വേണ്ടിയിട്ട്. ആൻഡ് പുള്ളിയുടെ അഭിനയം പുള്ളി ഒരിക്കലും ഏത് റോള് കിട്ടിയാലും പുള്ളി അത് കിടിലമായിട്ട് ചെയ്യും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അത് ഒട്ടുമിക്കമെന്ന് പറയാൻ പറ്റില്ല. എല്ലാ സിനിമകളും ഈ OTT പ്ലാറ്റ്ഫോമിൽ വരുമ്പോഴാണ് ഓൾമോസ്റ്റ് എല്ലാവരും, കേരളത്തിലുള്ളവർ പോലും അതിനൊന്ന് നോക്കുന്നതും ആ സിനിമയൊന്നും കാണുന്നതൊക്കെ തിയേറ്റർ വരുന്നേക്കാൾ കൂടുതലും അത് OTT വരുമ്പോഴാണ്. ശ്രീകൃഷ്ണനെ സത്യഭാമ കെ സാത്ത് മിൽക്കർ ആരും നാനിയുടെ സിനിമ തിയേറ്ററിൽ പോയി കാണുന്നില്ല. അതിനുള്ള കാരണം കേൾക്കണമെങ്കിൽ ഇപ്പോൾ പറ്റത്തില്ല. ഈ പടം ഇറങ്ങുന്നതിന് മുമ്പ് ഇതിന് ട്രെയിലറും ടീസറൊക്കെ വന്നതിന് ശേഷം ഞാൻ അതിനെപ്പറ്റി വിശദമായിട്ടൊരു വീഡിയോ ഞാൻ ഇടും. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ദിസ് ഈസ് ദ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് എല്ലാ ശനിവാരം, അത് പറഞ്ഞ് ശരിയാവല്ല, എല്ലാ നാച്ചുറൽ സ്റ്റാർസിനും ബൈ ബൈ.